നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കേരളത്തിൽ സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾക്കും നിയമവിരുദ്ധമായ പെരുമാറ്റങ്ങൾക്കും ഒടുവിലത്തെ ഉദാഹരണമായി തിരുവനന്തപുരം കമലേശ്വരത്തെ അമ്മയുടെയും മകളുടെയും ആത്മഹത്യ. വളരെ ദുഃഖകരമായിട്ടുള്ള വാർത്തയാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. തിരുവനന്തപുരം കമലേശ്വരത്താണ് അമ്മയും മകളെയും വീടിനുള്ളിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. സംഭവത്തിൽ അന്വേഷണം തുടരുകയാണ്. ഇരുവരും സയനൈഡ് കഴിച്ചാണ് ജീവനൊടുക്കിയതെന്നാണ് സംശയിക്കുന്നത്. തിരുവനന്തപുരം കമലേശ്വരം ആര്യൻകുഴിക്ക് സമീപം ശാന്തി ഗാർഡൻസിൽ പരേതനായ റിട്ടയർഡ് അഗ്രികൾച്ചർ ഡെപ്യൂട്ടി ഡയറക്ടർ എൻ രാജീവിന്റെ ഭാര്യ SL സജിത 54 വയസ്സാണ്. അവരുടെ മകൾ ഗ്രീമ S രാജ് 30 വയസ്സ് എന്നിവരെയാണ് ബുധനാഴ്ച ഉച്ചയോടുകൂടി മരിച്ച നിലയിൽ വീടിനുള്ളിൽ കണ്ടെത്തുന്നത്. ജീവൻ ഒടുക്കുന്നതിന് മുൻപ് ബന്ധുക്കൾക്ക് ഫോണിലൂടെ അയച്ച ആത്മഹത്യാ കുറിപ്പിലാണ് ഇരുവരും സയനൈഡ് കഴിച്ച് മരിക്കാൻ പോവുകയാണെന്ന് പരാമർശിച്ചിരുന്നത്. ഇവർ സയനൈഡ് കഴിച്ചതെന്ന് കരുതുന്ന ഗ്ലാസും വീടിനുള്ളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഫോറൻസിക് വിദഗ്ധരടക്കം എത്തി അവിടെ വിശദമായിട്ടുള്ള പരിശോധന നടക്കുകയാണ്. ഇവിടെ സയനൈഡ് കഴിച്ചു എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും സംശയമുണ്ടാകും. സാധാരണക്കാർക്ക് അത്ര എളുപ്പത്തിൽ ലഭ്യമാകാത്ത സയനൈഡ് ഈ അമ്മയ്ക്കും മകൾക്കും എങ്ങനെ ലഭിച്ചു എന്നതിനെക്കുറിച്ചും പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. സ്വർണ്ണപ്പണിയുമായോ സയനൈഡ് ഉപയോഗിക്കുന്ന മറ്റു മേഖലകളുമായോ ഇവർക്ക് നേരിട്ട് ബന്ധമില്ലെന്നാണ് പ്രാഥമികമായി പുറത്തുവരുന്ന വിവരം. അതിനാൽ തന്നെ ഇതിന്റെ ഉറവിടം കണ്ടെത്തുന്നതും കേസിൽ നിർണായക ഘടകമാകും. നമുക്കറിയാം, ഈ സയനൈഡ് അതിമാരകമായിട്ടുള്ള ഒരു വിഷമാണ്. ശരീരത്തിൽ ഒരംശം ചെന്നു കഴിഞ്ഞാൽ തന്നെ ഉടൻ മരണമാണ് അതിന്റെ ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഈ അമ്മയ്ക്കും മകൾക്കും എങ്ങനെയാണ് ഈ സയനൈഡ് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതും കേസിൽ ഏറെ നിർണായകമാണ്. തങ്ങളുടെ മരണത്തിന് ഉത്തരവാദി ഗ്രീമയുടെ ഭർത്താവാണെന്നും ഇരുവരും എഴുതിയ കുറിപ്പിൽ കൃത്യമായി പറയുന്നുണ്ട്. അതായത് മകളുടെ ഭർത്താവ് ഉപേക്ഷിച്ചതിന്റെ മാനസിക വിഷമമാണ് അമ്മയുടെയും മകളുടെയും ആത്മഹത്യക്ക് കാരണമെന്നാണ് കുറിപ്പിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. വീട്ടിലെ താഴത്തെ നിലയിലെ സോഫയിലാണ് രണ്ടുപേരുടെയും മൃതദേഹങ്ങൾ ആദ്യം കണ്ടെത്തുന്നത്. മകളുടെ മൃതദേഹത്തിന് പുറത്ത് അമ്മയുടെ മൃതദേഹം കിടക്കുന്ന നിലയിലായിരുന്നു. വിഷം കഴിച്ച ശേഷം ഇവർ ഉപേക്ഷിച്ചതെന്ന് കരുതുന്ന ഗ്ലാസുകളും ആത്മഹത്യക്കുറിപ്പും സമീപത്ത് നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. മാത്രവുമല്ല, മൊബൈൽ ഫോണിലൂടെ ആത്മഹത്യക്കുറിപ്പുകളും പങ്കുവച്ചിട്ടുണ്ട്. 3 മാസം മുമ്പാണ് ഇവരുടെ കുടുംബനാഥൻ മരിച്ചത്. ഇത് ഇരുവരെയും മാനസികമായി തളർത്തിയിരുന്നു. മകൾ ഗ്രീമയ്ക്ക് ദാമ്പത്യപരമായ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായും ഇത് വലിയ മാനസിക വിഷമത്തിന് കാരണമായിരുന്നതായും ബന്ധുക്കൾ സൂചിപ്പിക്കുന്നു. പൂന്തുറ പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നാൽ മാത്രമേ മരണകാരണത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാകൂ. ബുധനാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് സജിതയും മകളും വാട്സപ്പിലൂടെ ബന്ധുക്കൾക്ക് ആത്മഹത്യാക്കുറിപ്പ് അയച്ചത്. മകളുടെ വിവാഹ ജീവിതത്തിലെ പ്രശ്നങ്ങളും മകൾക്ക് ഇനി ഭർത്താവുമൊത്ത് ജീവിക്കാനാകില്ലെന്ന സങ്കടവും കുറിപ്പിൽ പങ്കുവച്ചിരുന്നു. തങ്ങൾ രണ്ടുപേരും സയനൈഡ് കഴിച്ച് മരിക്കാൻ പോവുകയാണെന്ന് കുറിപ്പിലുണ്ടായിരുന്നു. ബുധനാഴ്ച ഉച്ചയ്ക്ക് 3 മണിയോടെയാണ് മൃതദേഹങ്ങൾ വീടിനുള്ളിൽ നിന്ന് കണ്ടെത്തുന്നത്. ജീവൻ ഒടുക്കുന്നു എന്ന സന്ദേശം കുടുംബ ഗ്രൂപ്പിൽ വന്നതിന് പിന്നാലെ ബന്ധുക്കൾ വീട്ടിലെത്തിയെങ്കിലും ഇരുവരും മരണപ്പെട്ടിരുന്നു. വീടിന്റെ സ്വീകരണ മുറിയിലാണ് മൃതദേഹങ്ങൾ കാണപ്പെട്ടത്. വളരെ വേഗത്തിൽ മരണം സംഭവിച്ചതും ആത്മഹത്യക്കുറിപ്പിലെ പരാമർശവുമാണ് സയനൈഡാണ് മരണകാരണമെന്ന സംശയത്തിന് ബലം നൽകുന്നത്. ഞാനും മകളും ആത്മഹത്യ ചെയ്യാൻ കാരണം എൻ്റെ മകളുടെ ഭർത്താവായ BM ഉണ്ണികൃഷ്ണനാണ്. കേവലം 25 ദിവസം കൂടെ താമസിച്ച് ഉപേക്ഷിച്ചു. അപമാനഭാരം താങ്ങാനാവുന്നില്ല എന്നാണ് സജിത ബന്ധുക്കൾക്ക് അയച്ച കുറിപ്പിലുണ്ടായിരുന്നത്. വാട്സപ്പ് വഴി കുറിപ്പ് ലഭിച്ച ബന്ധുക്കൾ ശാന്തി ഗാർഡൻസ് റെസിഡൻസ് ഭാരവാഹികളെയും കൗൺസിലർ ഗിരിയെയും വിവരം അറിയിച്ചു. ഇവർ വീട്ടിലെത്തിയെങ്കിലും വാതിൽ തുറക്കാനായില്ല. തുടർന്ന് പോലീസ് കൺട്രോൾ റൂമിൽ അറിയിച്ചു. പൂന്തുറ പോലീസിലും വിവരം നൽകി. ശംഖുമുഖം അസിസ്റ്റന്റ് കമ്മീഷണർ R റാഫി, പൂന്തുറ SHO S സജീവ്, SI V സുനിൽകുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം എത്തി വീടിന്റെ വാതിൽ തള്ളി തുറന്ന് അകത്ത് കയറി നടത്തിയ പരിശോധനയിലാണ് സോഫയിൽ മരിച്ചു കിടക്കുന്ന അമ്മയെയും മകളെയും കണ്ടെത്തിയത്. ഗ്രീമയുടെ വിവാഹം കഴിഞ്ഞിട്ട് 6 വർഷമായി. അമ്പലത്തറ പഴഞ്ചിറയ്ക്ക് സമീപം താമസിക്കുന്ന ഉണ്ണികൃഷ്ണനാണ് ഭർത്താവ്. 6 വർഷം മുമ്പാണ് വിവാഹം നടന്നത്. 200 പവനിലധികം സ്വർണവും വീടും വസ്തുവും നൽകി നടത്തിയ വിവാഹം വെറും 25 ദിവസത്തിനുള്ളിൽ തകർന്നു.
തകർന്നു. വിവാഹം കഴിഞ്ഞ് 1 മാസം പോലും തികയുന്നതിന് മുൻപേ ഗ്രീമയെ ഭർത്താവ് ഉപേക്ഷിച്ചു. പിന്നീട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇയാൾ അയർലാൻഡിൽ കോളേജ് അധ്യാപകനായി ജോലി ചെയ്യുകയാണെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. വിവാഹത്തിന് ശേഷം കേവലം 1 മാസം മാത്രമേ ഇരുവരും താമസിച്ചിരുന്നുള്ളൂ. മാത്രമല്ല, ആ 200-ലധികം പവൻ സ്വർണവും വീടും സ്ഥലവും അടക്കമുള്ള സ്വത്തുക്കളൊക്കെ തന്നെ ഇപ്പോൾ എവിടെയാണ് എന്നുള്ളതും ഒരു സംശയമാണ്. ബന്ധുവിന്റെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞ ദിവസം ഉണ്ണികൃഷ്ണൻ എത്തിയിരുന്നു. അവിടെ വെച്ച് ഭാര്യയായ ഗ്രീമയെ കണ്ടിരുന്നു. ഇവിടെ വെച്ചും ഉണ്ണികൃഷ്ണൻ മാനസികമായി പീഡിപ്പിച്ചിരുന്നുവെന്നാണ് അടുത്ത ബന്ധുക്കൾ പറയുന്നത്. ഉണ്ണികൃഷ്ണൻ മോശമായി സംസാരിച്ചതിനെ തുടർന്ന് സജിത രാജ് സംഭവ സ്ഥലത്ത് വെച്ച് ബോധരഹിതയായി വീണിരുന്നു. വിവാഹബന്ധം തുടരാൻ താല്പര്യമില്ലെന്നുള്ള സൂചനയും ഉണ്ണികൃഷ്ണൻ നൽകിയിരുന്നെന്ന് ബന്ധുക്കൾ പറഞ്ഞിരുന്നു. ഇക്കാര്യം ഗ്രീമയും അമ്മയായ സജിതയും ബന്ധുക്കളോട് പറഞ്ഞിരുന്നു. ഇതിലുണ്ടായ മനോവിഷമം മൂലമാണ് അമ്മയും മകളും ആത്മഹത്യ ചെയ്തതെന്ന് പോലീസ് പറയുന്നു. തങ്ങളുടെ മരണത്തിന് ഉത്തരവാദി ഉണ്ണികൃഷ്ണനാണെന്ന് ആത്മഹത്യാക്കുറിപ്പിലും കൃത്യമായി തന്നെ എഴുതിയിട്ടുണ്ട്. തങ്ങളുടെ പേരിലുള്ള വീടും വാഹനവും വസ്തുക്കളും ബന്ധുക്കൾക്ക് നൽകണമെന്നും കുറിപ്പിൽ എഴുതി ചേർത്തിട്ടുണ്ട്. മാസങ്ങൾക്ക് മുമ്പാണ് ഗ്രീഷ്മയുടെ പിതാവ് അഗ്രികൾച്ചർ ഡയറക്ടറായിരുന്ന രാജീവ് ഹൃദ്രോഗം മൂലം മരിച്ചത്. കളക്ടറേറ്റിൽ നിന്നെത്തിയ എലാൻഡിയോ അഡീഷണൽ തഹസിൽദാർ VS ലാലിമോളുടെ സാന്നിധ്യത്തിൽ ഇൻക്വസ്റ്റ് പൂർത്തിയാക്കി. ഫോറൻസിക് വിരലടയാള വിദഗ്ധർ എന്നിവരും എത്തിയിരുന്നു. മൃതദേഹങ്ങൾ മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. പൂന്തുറ പോലീസ് കേസെടുത്തു. സജിതയുടെ ആത്മഹത്യക്കുറിപ്പിൽ പറയുന്നതിൽ തന്നെ എല്ലാമുണ്ട്. കേവലം അസ്വാഭാവിക മരണത്തിന് കേസെടുക്കാതെ ഗാർഹിക പീഡനം, ആത്മഹത്യ പ്രേരണ തുടങ്ങിയ ഗൗരവകരമായ വകുപ്പുകൾ ചേർത്ത് പ്രതിക്കെതിരെ കേസെടുക്കണമെന്ന ആവശ്യം ശക്തമാണ്. വിദേശത്ത് ജോലി ചെയ്യുന്ന ഉണ്ണികൃഷ്ണനെ നാട്ടിലെത്തിച്ച് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് ബന്ധുക്കളും നാട്ടുകാരും ആവശ്യപ്പെടുന്നുണ്ട്. ഏതായാലും ഒരുപാട് ദുരൂഹതകളാണ് നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം മരണത്തിന് തൊട്ട് മുൻപ് ഇത്തരത്തിലൊരു ബന്ധു വീട്ടിൽ വെച്ച് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അവിടെ വെച്ച് ഉണ്ണികൃഷ്ണൻ ഇത്തരത്തിൽ മകളോടും അതുപോലെ തന്നെ ഈ അമ്മയോടും മോശമായി പെരുമാറിയെന്ന് പറയുന്നു. അവിടെ അവർ ബോധരഹിതയായി വീണു. ചില നാടകീയമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ മാനസിക വിഷമത്തിലാണ് പിറ്റേ ദിവസം ആത്മഹത്യ ചെയ്തിരിക്കുന്നതെന്നാണ് ബന്ധുക്കളടക്കം ആരോപിക്കുന്നത്. കൂടാതെ 25 ദിവസം മാത്രം നീണ്ടു നിന്ന ഒരു ദാമ്പത്യ ജീവിതമാണ് ഗ്രീമയുടെയും ഉണ്ണികൃഷ്ണന്റേതും. ഈ ഒരു സമയത്ത്, വിവാഹ സമയത്ത് നൽകിയിട്ടുള്ള 200 പവനിലധികം സ്വർണവും വീടും സ്ഥലവും അതൊക്കെ എവിടെ, അതൊക്കെ ആര് കൊണ്ടുപോയി എന്നുള്ള ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. മാത്രമല്ല, മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത്, ഈ കേസിൽ ഇവർക്ക് ആത്മഹത്യ ചെയ്യാനായിട്ട് കഴിച്ചിട്ടുള്ള ഈ സയനൈഡ് അത് എവിടെ നിന്ന് കിട്ടി എന്നുള്ളത് കൂടി പോലീസിനെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അവിടെ വിശദമായിട്ടുള്ള അന്വേഷണം നടക്കുകയാണ്. പോസ്റ്റ്മോർട്ടം നടപടികളും അവിടെ നടക്കുന്നു.